ബ്രൈറ്റ്മെൻസിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാട്ടുകാരെ, സഹജീവികളെ, പ്രിയപ്പെട്ടവരെ, ബ്രൈറ്റ്മെൻസ് ക്ലബ്ബ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും വളരെയധികം സൽക്കർമ്മങ്ങൾ ബ്രൈറ്റ്മെൻസ് ക്ലബ്ബ് ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം തയ്ച്ചു കൊടുക്കുക, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക, വിധവകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുക, അങ്ങനെ നിരവധി നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ബ്രൈറ്റ്മെൻസ് ക്ലബ്ബ് ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തും വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനം നമ്മുടെ പാലക്കാവ് ഗ്രാമത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് സത്യം പറഞ്ഞാൽ, വാസ്തവം പറഞ്ഞാൽ, ഏതാനും വർഷങ്ങളായി വ്യാവസായികമായ കാര്യങ്ങൾക്ക് ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നമ്മുടെ ഈ നാടിന്റെ പൊന്നോമന പുത്രനായ നാസർ മുതലാളിയാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് മിസ്സിസ് മേനോനാണ്. അവർക്ക് മലയാളം അറിയില്ലെങ്കിലും എനിക്ക് മലയാളം അറിയാം. പറയാം. കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാട്ടുകാരെ, കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ നാം ഇന്നൊരു കട ഉടമസ്ഥനാക്കി മാറ്റുകയാണ്, ഒരു കച്ചവടക്കാരനാക്കി മാറ്റുകയാണ്. ഇന്നു മുതൽ ഈ കാണുന്ന കടയുടെ ഉടമസ്ഥനായ അദ്ദേഹം. നാട്ടുകാരെ, ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ചെറുപ്പക്കാരന് സ്വന്തമായൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ്. ശ്രീ ഗോപാലൻകുട്ടിക്ക്, നാരായണൻകുട്ടി എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ, ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസ്സിസ് മേനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കണം. കൈ എവിടെ? കയ്യല്ല കാല്. കൈയായാലും കാലായാലും ഒരു ഉപകാരത്തിനുള്ളതല്ലേ? കാലെവിടെയെന്ന് ആണുങ്ങൾ ഒറ്റെണ്ണത്തിന് സ്റ്റേജിൽ കയറ്റരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. ഇത്രയും വൃത്തികെട്ടവന്മാർ എന്റെ എല്ലാ ഗോപാലൻകുട്ടി ഒന്ന് എഴുന്നേറ്റ്. എന്ത് കുട്ടിയാലും എഴുന്നേറ്റ് കിട്ടുമോ? മെല്ലെ മെല്ലെ. ഇനിതാ ചാടല്ലേ. ഞാൻ കൊടുത്തേ. ഒരു സെക്കൻഡ് ഡേവിഡ് ഒരു ഫോട്ടോ എടുത്തേ. അമ്മേ നോക്കമ്മേ. നടക്കൂ, നടന്നോളൂ. ഇരുന്നോ. എത്ര പേർക്ക് ഇതിനു മുമ്പ് ഇതുപോലെ കാല് വെച്ചോട്ട് കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞാ പിന്നെ അവിടെ മറ്റേ അങ്ങോട്ടും നടത്തിപ്പിച്ച് നോക്കണ്ടേ? അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഒക്കെ ഞാൻ ശരിയാക്കാം. സമാനായിട്ടിരിക്കും. എവിടെ ശരിയായിട്ടുണ്ടോ? നടക്ക്. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച ഈ താക്കോൽ പിടിച്ചോളൂ. ഫോട്ടോഗ്രാഫർ എവിടെ? റെഡി പ്ലീസ്. എടുത്തു.
അങ്ങോട്ട് തുറക്കണോ? വലുതാലും വെച്ചാൽ കയറാ. കയറാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലടോ. ഇല്ല. ഇനി ഐശ്വര്യമായിട്ട് കച്ചവടം അങ്ങോട്ട് തുടങ്ങാം. വരി വരിയായിട്ട് നിൽക്കുക. എന്താ വേണ്ട വെച്ചാൽ കൊടുക്കുക. ഒരു പാക്കറ്റ് ഷാമ്പു വന്നേ. എന്താ പറഞ്ഞു? നന്നായി വരും. ഒരു 2 പാക്കറ്റ് മിഠായി എടുത്ത്. ഇത് മതിയോ? മതി, അത് മതി. ഒരു ഇത്തിരി സ്ഥലം തരും. ഞാൻ ഈ കുട്ടിയൊക്കെ കുതിരി മിഠായി കുറച്ച് സ്ഥലം തരൂ. ഞാൻ കൊടുക്കാം. കുട്ടികളുടെ സന്തോഷം. വൈശാലി വിള ടൗണിലൊന്നും കിട്ടില്ല. കോയമ്പത്തൂർന്ന് വരുത്തിയതാ. എന്താ കുമാരേട്ടാ ഈ വികലാംഗൻ എന്ന് വെച്ചാ? വികലാംഗൻ എന്ന് വെച്ചാൽ വികലമായ അംഗത്തോട് കൂടിയവൻ ആരോ അവൻ വികലാംഗൻ. അയാൾക്കൊരു കാലില്ല അത്രേ. എന്നാലും അയാളെ കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടേ. ഇങ്ങോട്ട് നോക്ക. ഈ പുരുഷന്മാരുടെ ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തയ്ക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണത് ശരിയാ. കൈയോട് ഉത്രട്ടാതിയ നക്ഷത്രം. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ? അയ്യോ, എന്താ വേദനിച്ചോ? ഇല്ല. എന്താ വേണ്ടത്? കയ്യൊന്ന് ഒഴിഞ്ഞോട്ടെ, ഇപ്പൊ തരാട്ടോ. വേണ്ട. പീടി സേത്ത് മുറുക്കാൻ തണുത്ത സോഡ കുടിച്ചു പോവാം. തണുത്ത സോഡ കുടിച്ചു പോവാം കേട്ടോ. ശീതപാനീയങ്ങൾ, ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. മനസ്സും ശരീരവും തണുപ്പിക്കാം. പീടി സേത്ത് മുറുക്കാൻ നാരങ്ങ വെള്ളം, തണുത്ത സോഡ, തണുത്ത നാരങ്ങ തണുത്ത നാരങ്ങ വെള്ളം, തണുത്ത സോഡ തണുത്ത സോഡ, നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം, സോഡ, തണുത്ത സോഡ കുടിച്ചു പോവാം. സോഡ നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ വെള്ളം, മുറുക്കാൻ നാരങ്ങ വെള്ളം. മധുരം മുറുകി പോവാൻ കേട്ടോ. ഓറഞ്ച് മധുരം. വന്നിട്ടുണ്ട്, നോക്കണോ? വേണ്ട. ഇല്ലേ, കരിമണി മാലയുണ്ട്. ഒറിജിനൽ തോറ്റു. അന്ന് ശ്രീദേവി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തി വെച്ചതാ. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞതാ. 36 ഇപ്പൊ ഓർമ്മയില്ലായിട്ടാ. നമ്മുടെ സ്ഥിരം കസ്റ്റമറാ. അപ്പോ ഓറഞ്ചോ ഗ്രേപ്സോ? കുമാരേട്ടന്റെ ഇഷ്ടം. എന്നാ പിന്നെ ഗ്രേപ്സ് ആയിക്കോട്ടെ. കളറ് വെക്കാൻ നല്ലതാ. ചെട്ടിയാരെ, ഏതാ കുട്ടി? എന്താ പിടിച്ചെടുക്കണോന്ന് എനക്ക്? അങ്ങനെയൊന്നുമില്ല. ആ കുമാറിനെ പോലെ വരവും പോവുകയും ചെയ്യണ പെണ്ണുങ്ങളെ കണ്ണു വെക്കാണ്ട് കച്ചവടം ചെയ്യാൻ നോക്ക്. ആദ്യം കച്ചവടം ഒന്ന് പച്ച പിടിപ്പിക്ക്. എന്നിട്ട് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണിനെ നിനക്ക് ശരിയാക്കി തരാം. ഓ, ഈ പിള്ളാരെ കൊണ്ട് നമ്മൾ തോറ്റു. എന്താടാ ഇത്? നിർത്തടാ. പോടാ. സാരില്ല. നമസ്കാരം. 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 എങ്ങനെയുണ്ട് ശേഖരൻകുട്ടി? കച്ചവടമൊക്കെ ഉഷാറായിട്ട് നടക്കണില്ലേ? ഉവ്, ശേഖരൻകുട്ടിയല്ല, നാരായണൻകുട്ടി. ഇപ്പൊ കാലായി, കച്ചവടായി.
നന്നാവട്ടെ നന്നാവട്ടെ. ഈ കട വളർന്ന് പടർന്ന് ദേ ഈ ആല് പോലെ പന്തലിക്കണം. കടയിലേക്ക് നിറയെ സാധനങ്ങൾ വാങ്ങി വെക്കണം. അല്ല അതിനൊക്കെ സഹായിക്കാൻ ഒരാളിന്റെ പരസഹായം ഇല്ലാണ്ട് തനിക്ക് ഈ പ്ലാസ്റ്റിക് കാലം വെച്ച് ബസിന്റെ മുകളിൽ വലിഞ്ഞേറാൻ പറ്റുമോ? പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത്. അയ്യോ കൃഷ്ണൻകുട്ടി അല്ല, നാരായണൻകുട്ടി. നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാവാണ്ടിരിക്കണോ ചെട്ടി? അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ലിസ്റ്റ്. മാധവൻകുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചു മിടുക്കന്റെ കയ്യിൽ കൊടുക്കുക. അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും. താൻ അത് വിൽക്കുക, വളരുക, പടരുക, പന്തലിക്കുക, വേണമെങ്കിൽ കുറച്ച് കുറച്ച് പുഷ്പിച്ചോ, എന്താന്ന് വെച്ചാ ചെയ്യ. പക്ഷെ ഇതിന്ന് ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ അത്? എന്താ എന്താ? നന്ദി. അതുണ്ടാവണം. ഈ കടവലിതാക്കെന്നൊക്കെ പറഞ്ഞ വളരെ ചെലവുള്ള കാര്യമായതുകൊണ്ട്. അതെ, കുട്ടി മാത്രല്ല, ലോകത്ത് അശരണരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ? അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ? ഒന്നും ഉന്തിത്തരും. വീഴലടാ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഒന്നും ഉന്തിത്തരും. പിന്നെ താൻ വലിച്ചോ. ഉരുണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ. അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞേ? എന്താ? നന്ദി. കുട്ടികൾക്ക് പഴം പഴം പഴം. കുട്ടികൾക്ക് പഴത്തോളൂ. ചായ താൻ കുടിക്കേ. അയ്യോ വേണ്ട. താൻ കുടിക്കറോ, കച്ചവടമൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. കുറച്ച് പച്ചക്കറി. അയ്യോ പച്ചക്കറിയുടെ ആവശ്യമൊന്നും ഉണ്ടായില്ല. വെക്കി. പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? എന്താ ആൾക്കാർക്ക് എന്നോടുള്ളൊരു സ്നേഹം. വെച്ചില്ലേ? ഡോറടക്കി. ചെട്ടി പിന്നിൽ കറുത്ത ചെക്കൻ അവിടെ നിന്ന് മാറിക്കാൻ പറഞ്ഞേ. അങ്ങോട്ട് മാറണടാ. അങ്ങോട്ട് മാറാ പിള്ളേരെ. ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ. ഈ പിള്ളേരെന്താ ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യുന്നത്? എവിടെ കിടന്ന് സെറ്റകളാ ഈ വിറ്റകളൊക്കെ? നമ്മുടെ നാടിനല്ലേ മോശം? കുനിഞ്ഞു നട്ടല് വളഞ്ഞല്ല. Yes sir, 3 bags full. Yes sir, 3 bags full. One for my master, one for my dame. One for my master, one for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. One for my master, one for my dame. One for my master, one for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. എന്തൊക്കെയുണ്ട് ശ്രീദേവി ടീച്ചറെ? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ഉവ്വ. ഉവ്വെന്നല്ല, ഉവ്വെന്ന് പറയൂ. ശ്രീദേവി ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞുണ്ടല്ലോ. ഇല്ല, മെലിഞ്ഞിട്ടൊന്നുമില്ല. ഉവ്വ് മെലിഞ്ഞിട്ടുണ്ട്. പാല്, മുട്ട, ഏത്തപ്പഴം തുടങ്ങിയ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. അതൊക്കെ കഴിക്കേണ്ട പ്രായല്ലേ കുട്ടിക്കിപ്പോ? ആരെ നോക്കണേ? ആട്ടെ, ഇതൊക്കെ പോട്ടെ. എന്നെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് തോന്നും? പറയൂ, എനിക്ക് ധൃതിയുണ്ട്, അതുകൊണ്ടാ. പറയൂ. എനിക്ക് വയസ്സ് പറയാനൊന്നും അറിയില്ല. എന്നാലും ഒരു 50-55. അത് വെറുതെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തിയില്ലേ? അതാണ് ലാസർ. റൊട്ടിയും ബിസ്ക്കറ്റും ഒക്കെ തീർന്നിരിക്കുക. എന്നിട്ടും പാറുട്ടിയമ്മയുടെ തടി ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ. എന്താ വേണ്ടെച്ച ശ്രീദേവിയോട് പറഞ്ഞാ പോരെ? അതിനിപ്പോ എന്റെ ഒരു അനുവാദം വേണോ? അങ്ങാടിയിൽ ഞാൻ ആ വികലാംഗഞ്ഞക്കിന് സംഭാവന ചെയ്ത കട കണ്ടില്ലേ? എന്താ വേണ്ടെച്ച അവിടുന്ന് വാങ്ങിച്ചാ പോരെ? എന്തേ എവിടെ പോയി കിടക്കുന്നു എന്റെ ടീച്ചറെ? ഹേമ ടീച്ചർക്ക് കുട്ടികളെ കണ്ട പിന്നെ ഊണും വേണ്ട കാപ്പിയും വേണ്ട അല്ലേ? ഹേമ ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞുണ്ടല്ലോ. ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല. എന്നാ വേണ്ട. ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ? തമാശ. ആട്ടെ, ഇതൊക്കെ പോട്ടെ. എന്തോ ഒരു സാധനം കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ. ആരായിരുന്നു അത്? പാറുട്ടിയമ്മയാണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ശ്രീദേവി ആയിരിക്കും. ഞാനല്ല. പിന്നെ ആരാ അത്? അത് ഞാനാ. ആണോ? എന്നാ വന്നേ. അല്ല, റൊട്ടിയും പിണ്ണാക്കൊക്കെ ശ്രീദേവിയോട് ചോദിക്കേ. ഇവർക്ക് കുറച്ച് റൊട്ടി മറ്റൊക്കെ കൊടുക്ക്.
ആരെങ്കിലും കാണൂ കേട്ടോ. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് ഞാൻ ഹേമയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു. ശരി പോട്ടെ.